അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ റാഹത്തല്ല എല്ലാവർക്കും. അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് റമളാൻ അവസാന 10 ദിവസങ്ങളിലാണ്. അതിൽ 21 രാവിലാണ് നമ്മളിന്ന് നിലകൊള്ളുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അവസാന 10 ഒറ്റയിട്ട രാവുകളിലാണ്. അതിൽ ഒന്നാമത്തെ രാവാണ് ഇന്ന് 21 രാവ്. ഇതിലും നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാകട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ. അവസാന 10 ചൊല്ലേണ്ട കുറച്ച് ദിക്റുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പ്രത്യേകിച്ചും ഇന്ന് എല്ലാവരും ഈ ദിക്റുകൾ ചുരുങ്ങിയ എണ്ണമെങ്കിലും ചൊല്ലുക. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി തുടങ്ങാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലിം. 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 മരിക്കുന്ന സമയത്ത് ഈമാൻ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടാനുള്ള ഒരു ദുആയാണിത്. അള്ളാഹുവിൻ്റെ സുന്ദരമായ ഒരു ഇസ്മ കൊണ്ട് തുടങ്ങുന്നതും അള്ളാഹുവേ ഞങ്ങളെ നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്ന് അർത്ഥം വരുന്നതുമായ ഒരു ദിക്റാണിത്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. 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 ഇനി പറയുന്ന 3 ദിക്റുകൾ അവസാന 10 കൂടുതലായി ചൊല്ലേണ്ട ദിക്റുകളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ.
ഇനി പറയുന്നത് നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്നതാണ്. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതാണ്. എത്ര വലിയ തെറ്റാണെങ്കിലും അല്ലാഹു തആല പുറത്തു തരുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുവേ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതിനാൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ നാഥാ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് നരകശിക്ഷയിൽ നിന്നും കാവൽ തേടുന്നതും സ്വർഗത്തെ ചോദിക്കുന്നതുമായ ഒരു ദിക്റാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. 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 اللهم ارزقني من النار وادخلني الجنة يا رب العالمين. اللهم ارزقني من النار وادخلني الجنة يا رب العالمين. اللهم ارزقني من النار وادخلني الجنة يا رب العالمين. اللهم ارزقني من النار وادخلني الجنة يا رب العالمين. اللهم ارزقني من النار وادخلني الجنة يا رب العالمين. اللهم ارزقني من النار وادخلني الجنة يا رب العالمين. اللهم ارزقني من النار وادخلني الجنة يا رب العالمين. നമുക്കറിയാം, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ചില സൂചനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൽ നൽകിയിട്ടുള്ള ഒരു സൂചനയാണ് 21-ാം രാവ് ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നത്. ഈ ദിവസത്തിൻ്റെയും രാവിൻ്റെയും ഹക്ക് ജാവ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും വേദനകളും വിഷമങ്ങളും മാറ്റി തരുമാറാവട്ടെ. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും റബ്ബേ നീ സ്വീകരിക്കണേ നാഥാ. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ നാഥാ. അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണം തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ തമ്പുരാനെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആഫിയത്തും ദീർഘായുസ്സും ഇസ്സത്തോടു കൂടിയ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ. ആമീൻ റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. ബിഹഖി നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.